നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൽ കോഴിയാണ്, മറ്റതാണ്, മറിച്ചാണ് എന്നൊക്കെ ഷഹനാസ് ഇടയ്ക്ക് ഇരുന്ന് സംസാരിക്കുന്നത് കണ്ടു. ചാനലിൽ വന്നിരുന്ന വലിയ വർത്തമാനം പറയുന്നത് കേട്ടു. പിന്നീട് ഇത് ചാനലുകാർ പറയിച്ചത് എന്ന നിലയിൽ അവസാനത്തെ സംസാരം കേട്ടു. കാര്യമൊക്കെ ശരി. ഏതായാലും അത്തരത്തിൽ പറഞ്ഞതിന് രാഹുൽ മാങ്കൂട്ടത്തില് DGPക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, മാനനഷ്ട കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിനു മുമ്പ് മറ്റൊരു എഴുത്തുകാരി എന്നൊക്കെയാണ് പറയുന്നത്, മറ്റൊരു എഴുത്തുകാരൻ കൊടുത്തിട്ടുള്ള മാനനഷ്ട കേസുമായിട്ട് ബന്ധപ്പെട്ട് 25 കോടിയുടെ ഒരു മാനനഷ്ട കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആദ്യം വാറണ്ട്, ജാമ്യമുള്ള വാറണ്ട്, പിന്നെ അതിന്റെ റിമൈൻഡർ, ഇപ്പൊ ജാമ്യമില്ലാത്ത അറസ്റ്റ് വാറണ്ട് കോടതി പുറപ്പെടുവിച്ചേക്കാണ്. അറസ്റ്റ് നടത്താത്തതിന്, ഷഹനാസിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കാത്തതിന് സിഐക്ക് മെമ്മോ വന്നിട്ടുണ്ടെന്നാണ് വാർത്തകൾ മനസ്സിലാക്കുന്നത്. ഷഹനാസ് ഒരു പക്ഷേ ദുബായിലായിരിക്കാം. ഇനിയിപ്പോ എന്താ അടുത്ത കഥ? എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ ഒക്കെ അകത്തിടാനായിരിക്കും അല്ലേ? ഷഹനാസിനെ കണ്ടുകിട്ടുന്നില്ല, നാട്ടിലില്ല എന്നൊക്കെയാണല്ലോ പോലീസ് ഭാഷ്യം. അപ്പോൾ ഒരു ലുക്കൌട്ട് നോട്ടീസ് കൊടുക്കുമായിരിക്കും. ഇനിയിപ്പോ രക്ഷയില്ല, കോടതി ഫൈനൽ ആയിട്ട് അടിച്ചു വിട്ടേക്കണേ. പോലീസിന് പണിതെറിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ എയർപോർട്ടിൽ വന്ന് കാല് കുത്തുന്ന നിമിഷം നേരെ ജയിലിലേക്ക് പോകാനായിരിക്കും ഷഹനാസിന്റെ വിധി. ഓരോരോ വിധിയെ രാഹുൽ മാങ്കൂട്ടം 10-18 ദിവസം അകത്ത് കിടന്നപ്പോൾ എന്തൊക്കെയായിരുന്നു സംസാരിച്ചിരുന്നത്? ആ അകത്ത് കിടക്കലിന്റെ രുചി ഷഹനാസിലൂടെ അറിയാൻ പറ്റുമെന്നാണ് തോന്നുന്നത്.